നമ്മൾ മതേതരത്വം കാണിക്കാൻ പള്ളികൾ തുറന്നു. വരിൻ വരിൻ വരിൻ, അടുപ്പ് കൂട്ടിക്കോ, ബാത്റൂമിൽ കയറിക്കോ, നിങ്ങൾക്ക് കഞ്ഞി ഇതാ വായിലേക്ക് ഞങ്ങൾ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴും പറയുന്നു വർഗീയ ശക്തികൾ, മുട്ടമ്പം നിങ്ങൾ തുറന്നു തരുന്ന ബാത്റൂം അല്ല മതേതരത്വമെന്ന്. എന്തിനാ നമ്മൾ ഈ പൊല്ലാപ്പിന് പോകുന്നത്? എന്തിനാ ഈ പൊല്ലാപ്പിന് പോകുന്നത്? 30 വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെ 30 വർഷമാണെന്ന് തോന്നുന്നു, സെൻട്രൽ ജുമാ മസ്ജിദിന്റെ 30 വർഷമായില്ലേ, ഓഡിറ്റോറിയം തുറന്നു കിടക്കുകയാണ്. ആർക്ക്? പൊങ്കാലയിടാൻ വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് രാത്രി കിടക്കാൻ. വെള്ളിയാഴ്ച പറഞ്ഞോ വരി നിങ്ങൾക്ക് കിടക്കാൻ പായം തലങ്ങണിയും പുതപ്പ് ഇവിടെ റെഡിയാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, പറയേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിയുമ്പോ അവർ രാത്രി സ്ത്രീകളല്ലേ, അവർ വിശ്വാസമനുസരിച്ച് പൊങ്കാലയിടാൻ വരുമ്പോ അവർക്കൊന്ന് രാത്രി കിടക്കാൻ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഓഡിറ്റോറിയം തുറന്നു കിടക്കുക. അവർ കയറി കിടന്നു എന്ന് കരുതിയിട്ട് പകലിൽ അവർക്ക് ബിരിയാണി വിളമ്പിയില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. കാരണം അതിനൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരും ഒരു ഹർത്താൽ രഹിത ദിവസമായത് കൊണ്ട് തന്നെ എല്ലാം സുലഭമാണ്. സംഘടനകളും അതുപോലെ തന്നെ നഗരസഭയൊക്കെ അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഓരോ വണ്ടികൾ തടഞ്ഞു നിർത്തിയിട്ട് ഓരോ പാർട്ടിക്കാർ വെള്ളം കൊടുക്കുമ്പോൾ അവർ പറയുന്നു വേണ്ട, കുടിച്ചു കുടിച്ചു മടുത്തു, വേണ്ട. അപ്പോഴും പറയുന്നു ഇല്ല, ഇച്ചിരി കുടിച്ചോളി, ഞങ്ങൾക്ക് നോമ്പാ, നിങ്ങൾ കുടിച്ചോളി, ഞങ്ങൾ മതേതരത്വക്കാരാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എന്തിനാ നമ്മൾ? അപ്പോഴാണ് പലരും പറയുന്നു നിങ്ങൾ ഇനി എന്ത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ ഒരു വിഭാഗം തന്നെയാണെന്ന്. എന്തിനാ പറയിപ്പിക്കുന്നേ? എന്തിനാ പറയിപ്പിക്കുന്നേ? കരുണയുടെ മതമാണ് ഇസ്ലാം. അതെടുത്ത് പറയണം. പെണ്ണേ പ്രസവിക്കൂ, എനിക്കൊരു കുഞ്ഞുണ്ട്, എന്നിട്ട് പറയാണ് എന്റെ ഭാര്യ കേട്ടോ പ്രസവിച്ച, ഞാനല്ല കേട്ടോ. എന്തിനാ അത് പറയുന്ന? പെണ്ണേ പ്രസവിക്കൂ, പെണ്ണേ പ്രസവിക്കൂ. ഉസ്താദിന് എത്ര മക്കളാ? എനിക്ക് 3 പേരാ. പിന്നെ 3 എന്റെ ഭാര്യ കേട്ടാ പ്രസവിച്ചത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എടാ പെണ്ണെ പ്രസവിക്കൂ, ഞാൻ പ്രസവിക്കൂലല്ലോ. ഇത് കാരുണ്യത്തിന്റെ മതമാണ്. വെള്ളം ചോദിച്ചു വരുന്നതിന് വെള്ളം കൊടുക്കും, കിടക്കാൻ പായ വയ്ക്കുന്ന പായ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള മതമാണ് ഇസ്ലാം. അതിന് പ്രത്യേകമായ എന്തെങ്കിലും സംവിധാനം കൊടുക്കേണ്ട കാര്യമില്ല, പറയിപ്പിക്കേണ്ട കാര്യമില്ല, മിമ്പറുകൾ അതിന് ഉപയോഗിക്കേണ്ടതല്ല. വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഭക്തിയും തഖ്വയും ശുദ്ധിയും വൃത്തിയും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മിമ്പറുകൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ എന്ത് കാണിച്ചാലും ഷോള് കിട്ടും കുറച്ച്. അതിപ്പോ 150 രൂപ കൊടുത്താൽ എവിടെ നിന്നും കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ മതമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ഇത് കരുണയുടെ മതമാണ്.